ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ കബറടക്കം അല്പസമയത്തിനകം കോഴിക്കോട് കോട്ടൂളിയിലെ ക്രിസ്തുദാസി ജനറേറ്ററിൽ നടക്കും. തൃശൂർ അതിരൂപത മന്ദിരത്തിലും ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലുമായി നടന്ന കബറടക്ക ശുശ്രൂഷയിൽ ആദ്യ 2 ഘട്ടങ്ങൾക്ക് ശേഷമാണ് ഭൗതികദേഹം കോഴിക്കോട് എത്തിച്ചത്. ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, വിശ്വാസികളുടെ വലിയ തിരക്കായിരുന്നു അവിടെ കബറടക്കത്തിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിലെ പൊതുദർശനത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് ജേക്കബ് തൂങ്കുഴിയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് കോട്ടൂളിയിലെ ക്രിസ്തുദാസി ജനറേറ്ററിലേക്ക് എത്തിക്കും. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. ഇവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇവിടെ മൃതദേഹം സംസ്കരിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് പ്രകാരമാണ് ഇവിടെ മൃതസംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. 4:30 കൂടിയാണ് തൃശ്ശൂരിൽ നടന്ന ആദ്യ 2 ഘട്ട സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ശുശ്രൂഷകൾക്ക് ശേഷം കോഴിക്കോട്ടേക്ക് മൃതദേഹം എത്തിച്ചത്. തുടർന്ന് ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ 4:30 മുതൽ പൊതുദർശനം ആരംഭിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പൊതുദർശന ചടങ്ങിൽ പങ്കെടുത്തത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അവിടേക്ക് എത്തിച്ചേരുകയും വിവിധ സഭ നേതൃത്വത്തിലെ ആളുകളും അവിടെ എത്തിച്ചേരുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. 6:30 കൂടി തന്നെ അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പൊതുദർശനത്തിന് ശേഷം ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിൻ്റെ ഹോം ഓഫ് ലവ് എന്ന ജനസ്ഥലത്തേക്കാണ് മൃതദേഹം എത്തിക്കുക, ഭൗതിക ശരീരം എത്തിക്കുക. 69 വർഷം അദ്ദേഹം വൈദികനായി സേവനമനുഷ്ഠിച്ചു. അതിൽ 52 വർഷം മെത്രാൻ പദവിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അങ്ങനെ 70 വർഷത്തോളം നീണ്ടുനിന്ന സഭ സേവനത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സേവനത്തിൻ്റെ ശേഷമാണ് അദ്ദേഹം അന്ത്യയാത്ര നടത്തുന്നത്. അതും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മലബാറിൽ തന്നെ അദ്ദേഹത്തിന് അവസാന യാത്ര ഉണ്ടാകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകൾ കോട്ടൂളിലെ ഈ ഹോം ഓഫ് ലവ് എന്ന് പറയുന്ന സന്യാസി സമൂഹ കേന്ദ്രത്തിൽ നടത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ആളുകളില്ലാത്ത അല്ലെങ്കിൽ പരിചരിക്കാൻ ആരുമില്ലാത്ത പ്രായമായ ആളുകളെ പരിചരിക്കുന്ന അവർക്ക് പരിചരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടായിരുന്നു ഇത് 2005-ൽ ഹോം ഓഫ് ലവ് എന്ന ഒരു കേന്ദ്രം തുടങ്ങിയത്. അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ മൃതസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് പോകുന്നത്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ മൃതസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്നും.